നിനക്കായി ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു. ബംഗളൂരുവിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിന് ശേഷം ഭർത്താവ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി കാമുകിക്കയച്ച സന്ദേശമാണിത്. പ്രതിയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നത്. മറ്റൊരു യുവതിയുമായി മഹേന്ദ്ര റെഡ്ഡിക്കുള്ള ബന്ധവും കൊലയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും പോലീസിന്റെ കണ്ടെത്തലുണ്ട്. ഡോക്ടർ കൃതിക റെഡ്ഡിയെ അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് അമിതമായ അളവിൽ കുത്തിവെച്ചാണ് ഭർത്താവ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ 21-നായിരുന്നു ഡോക്ടർ കൃതിക റെഡ്ഡി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. വീട്ടിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടെന്നും തുടർന്ന് ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ചെന്നുമായിരുന്നു ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയുടെ മൊഴി. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കൃതികയുടെ മരണം സംഭവിച്ചിരുന്നു. മരണം നടന്ന് 6 മാസത്തിന് ശേഷമാണ് ഭർത്താവ് അറസ്റ്റിലായത്. അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് അമിതമായ അളവിൽ കുത്തിവെച്ചാണ് കൃതിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ജനറൽ സർജനായ പ്രതി തന്റെ വൈദഗ്ധ്യം ഉപയോഗിച്ച് സംഭവം സ്വാഭാവിക മരണമായി വരുത്തി തീർക്കാനാണ് ശ്രമിച്ചതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിനിടെയാണ് മറ്റൊരു യുവതിയുമായി മഹേന്ദ്ര റെഡ്ഡിക്കുള്ള ബന്ധവും കൊലയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഭാര്യയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ മഹേന്ദ്ര റെഡ്ഡി കാമുകിക്ക് സന്ദേശം അയച്ചതായും ഇതിന് തെളിവുകൾ ലഭിച്ചതായും പോലീസ് പറഞ്ഞു. മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്ലിക്കേഷനിലൂടെയാണ് മഹേന്ദ്ര റെഡ്ഡി കാമുകിക്ക് സന്ദേശം അയച്ചിരുന്നത്. മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് ഇത് കണ്ടെടുത്തത്. കേസിൽ മഹേന്ദ്ര റെഡ്ഡിയുടെ കാമുകിയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തി. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കൊല്ലപ്പെട്ട കൃതിക റെഡ്ഡി ബംഗളൂരു വിക്ടോറിയ ആശുപത്രിയിലെ ഡെർമറ്റോളജിസ്റ്റ് ആയിരുന്നു. ഭർത്താവ് മഹേന്ദ്ര റെഡ്ഡി ഇതേ ആശുപത്രിയിൽ ജനറൽ സർജനും. 2024 മെയ് 26-നായിരുന്നു ഇരുവരുടെയും വിവാഹം. കൃതികയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത്. തുടർന്ന് ദമ്പതിമാരുടെ വീട്ടിൽ ഫോറൻസിക് സംഘം വിശദമായ പരിശോധന നടത്തി. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാനുല സെറ്റും ഇഞ്ചക്ഷൻ സെറ്റും മറ്റു ചില മെഡിക്കൽ ഉപകരണങ്ങളും പരിശോധനയിൽ കണ്ടെടുത്തു. ഇതിനിടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നതും കേസിൽ നിർണായകമായി. ഈ പരിശോധനയിലാണ് ശരീരത്തിൽ അനസ്തേഷ്യ മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതോടെ മരുമകനെ സംശയമുണ്ടെന്ന് കാട്ടി കൃതികയുടെ പിതാവ് പോലീസിനെ സമീപിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മഹേന്ദ്ര റെഡ്ഡി അറസ്റ്റിലായത്. ന്യൂസ് 18 ബംഗളൂരു.